ഹലോ ഗായ്സ്, വണ്ടി ദിവസം യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഡാമേജ് വരുത്തുന്നത് വെച്ചാൽ വണ്ടി ഓടാണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഉദാഹരണം എൻ്റെ ഈ ഇൻഫിനിറ്റി EX35 കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യാണ്ട് വെച്ചപ്പോഴേക്കും ബാറ്ററിയൊക്കെ ഡ്രെയിനായി പോയി. പിന്നെ ബാറ്ററിയൊക്കെ അത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ടാവാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ബാറ്ററി മാറ്റുവാണ്. ജംപ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും ബാറ്ററി മാറ്റാമെന്ന് വെച്ച് ഇതിപ്പോൾ ഒരു പുതിയ ബാറ്ററി വാങ്ങിച്ച് ഇതിന് 190 ദിറംസാണ്. പഴയ ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 30 ദിറം കിട്ടി. അങ്ങനെ 160 ബാറ്ററിയാണ്. ഇത് ഏറ്റവും ചീപ്പായിട്ടുള്ളതാണ്, 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് ഒരു 100 ദിറമൊക്കെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ 18 മാസം വാറണ്ടിയുള്ള ബാറ്ററി ഒക്കെ ഉണ്ട്. ഇത് മെയ്ഡ് ഇൻ മലേഷ്യയാണ്. സെയിം വോൾട്ടേജ് സെയിം ആംപിയർ ഒക്കെ നോക്കി ഞാനിപ്പോൾ അത് തന്നെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഇത് റീപ്ലേസ് ചെയ്യുകയാണ്. റീപ്ലേസ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ എൻ്റെ ഒരു സസ്പെക്റ്റ് അടുത്തത് ഓൾട്ടർനേറ്ററാണ്. പക്ഷേ ഓൾട്ടർനേറ്റർ കേടായി കഴിഞ്ഞാൽ വണ്ടി ഓട്ടത്തിലൊക്കെ ഓഫ് ആവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതുണ്ടല്ലേ, ഇപ്പം ഞാൻ ബാറ്ററി മാറ്റി ജസ്റ്റ് ഈ ഒരു ആക്സസിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണം. ഈ ടെർമിനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, അത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഈ ബാറ്ററി പഴയ ബാറ്ററിനേക്കാൾ ചെറുതായതുകൊണ്ട് ഇതുണ്ട് ഈ ക്ലാമ്പൊന്നും കറക്റ്റായിട്ട് സീറ്റ് ആകുന്നില്ല. ആ ഒരു പ്രശ്നമല്ലാണ്ട് വേറെ ഒന്നുമില്ല. സ്റ്റാർട്ടാവാൻ നോക്കണം. സോ ഗൈസ്, വണ്ടി സ്റ്റാർട്ടായി. അതൊരു വലിയൊരു ആശ്വാസം. എന്തായാലും ഞാൻ ഓൾട്ടർനേറ്ററൊക്കെ സസ്പെക്ട് ചെയ്തിരുന്നു, അതൊന്നും അല്ലായിരുന്നു. വേറെ വയറിംഗ് പ്രോബ്ലം ഒന്നുമില്ല. ഇനി അടുത്ത ഉള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെയറിംഗ് പമ്പിൽ ഇങ്ങനെ ഒരു സൗണ്ട് വരും. അതുകൂടാതെ സ്റ്റെയറിംഗ് പമ്പിൻ്റെ റിസർവോയർ ഞാൻ കാണിച്ചത് ഇതുണ്ട്. ഈ റിസർവോയറിൽ ഇങ്ങനെ ബബിൾസ് വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു ലീക്ക് ഉണ്ടെന്നാണ്. എൻ്റെ യൂട്യൂബാണ് എൻ്റെ ഗുരു. യൂട്യൂബിൽ പല സ്ഥലങ്ങളിലുള്ള പല വീഡിയോസും ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഇത് സെൽഫ് ബ്ലീഡിംഗ് ഉള്ള സാധനമാണ്, എന്നാലും ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എയർ ലീക്ക് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഉണ്ടാവുകയെന്ന്. സോ ഗൈസ്, വളരെ റെയറായിട്ട് കുറച്ച് മലയാളികളുടെ കയ്യിൽ മാത്രമുള്ള ഒരു കാറ്, മലയാളികളിൽ ആരും ഇങ്ങനെ വീഡിയോ ചെയ്യാത്തൊരു കാറ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ സ്റ്റെയറിംഗ് പമ്പ് ഊരാൻ പോവാണ്. അത് ഈ ബേസ്മെൻറ്റിൽ വെച്ചിട്ട് തന്നെ. ഇത് ബേസ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ബെൽറ്റിൻ്റെ ടെൻഷൻ ഊരണം. ബെൽറ്റിൻ്റെ ടെൻഷൻ ഊരിയാൽ മാത്രമേ ഈ പമ്പ് ഫ്രീ ആവുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ ഫസ്റ്റ് ഒന്ന് എല്ലാം വരച്ച് വെക്കുവാന്ന്. അതുകൂടാണ്ട് കുറേ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് കഴിയുന്നത്രയും ഫോട്ടോ എടുത്ത് വെക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് ആക്സസ് കിട്ടണ്ടെങ്കിൽ ഈ 2 എയർ ഇൻടേക്ക് ഊരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു റിസർവോയർ ഊരണം. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഈ ഒരു ഫാൻ ഉണ്ട്. ഈ ഫാൻ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ ബെൽറ്റിൻ്റെ ടെൻഷനിന് ആക്സസ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് മാത്രമേ ഈ പമ്പ് ഊരാൻ പറ്റുള്ളൂ. ഞാൻ 2 എയർ ഇൻടേക്ക് ഊരി, അതുകൂടാതെ കൂളൻ്റ് ഡ്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞ് ഈ ഒരു ഹോസ് ഊരി വെച്ച് പിന്നെ റിസർവോയർ ഊരി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഊരില്ല. പമ്പ് ഊരുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ഈ സിറിഞ്ച് വെച്ച് ഞാൻ ഇതൊക്കെ ഡ്രെയിൻ ചെയ്യുവാണ് ഫ്ലൂയിഡ്. കാരണം ഇത് തറയിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനി ഞാൻ ഈ ഒരു ബ്രേക്കർ ബാർ വെച്ചിട്ട് ഈ ബെൽറ്റിൻ്റെ ടെൻഷൻ റിലീസ് ചെയ്യുന്നു. ഈ അലങ്കി വെച്ചിട്ട് ഈ ഹോൾ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ഫ്രീ ആയിട്ട് അവിടെ കിടക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 കണക്ഷൻ, അതായത് ഒന്ന് പമ്പിലേക്ക് പ്രഷറേറ്റ് തിരിച്ചു പോകുന്ന കണക്ഷനും ഒന്ന് റിസർവോയറിൽ നിന്ന് വരുന്ന കണക്ഷനും, ഇത് 2 ഊരിയാൽ പ്ലസ് ഈ 2 ബോൾട്ടും കൂടി ഊരിക്കഴിഞ്ഞാൽ പമ്പ് ഫ്രീ ആയി. ഈ ഒരു ലോങ് ബോൾട്ട് ഊരാൻ ആക്സസിന് വേണ്ടിയിട്ടാണ് ഈ ഫാന് നമ്മൾ ഊരിയത്. ഇതല്ല, ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റെയറിംഗ് പമ്പ് ശരിക്കും സുഖമായിട്ട് നിങ്ങൾക്ക് ബേസ്മെൻറ്റോ നിങ്ങളെ കവേർഡ് പാർക്കിങ്ങോ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ പമ്പിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ പമ്പൊന്ന് ഊരി നോക്കുവാന്ന്. ഐ മീൻ ഒന്ന് മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നോക്കുക എന്താ ഇതിൻ്റെ സിറ്റുവേഷൻ. ഇതിൻ്റെ അകത്തുനിന്ന് എന്തുകൊണ്ടായി ശബ്ദം വരുന്നതെന്ന് അറിയാലോ. ഈ പമ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സി യു.